ഹലോ, നമുക്കിന്ന് അടുത്തൊരു വീഡിയോയിലേക്ക് എടുക്കാം. പക്ഷെ ഞാൻ ഒന്നരാടം വീഡിയോ എടുക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പൊ എന്റെ സഹോദരൻ വിളിച്ചിട്ട് വന്നു, അങ്ങനെ ഒന്നരാടൊന്നും വിട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും അങ്ങനെ വൈറലാവില്ല. നിന്റെ വീഡിയോ എത്ര കാണുന്നുണ്ട്, വളരെ ചുരുക്കം ആൾക്കാർ കാണുന്നില്ലു. അപ്പൊ അത് കുറെ കാണണമെങ്കിൽ ഡെയിലി വീഡിയോ ഇടണമെന്നാണ് എന്റെ കണ്ടുപിടുത്തം. അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണം. ഈ ഗ്ലാസ് വലിയ കുഴപ്പമില്ല, കാരണം എന്റെ ക്ലാസ് കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. അപ്പം ക്ലാസ്സിന്റെ സമയത്ത് ഞാൻ ഇടുന്ന പവർ ഇല്ലാത്ത ബ്ലൂ കട്ട്ലൈൻസ് ആയത്. അതിനിടയ്ക്ക് എന്റെ ഭർത്താവ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം നീ ഇന്നും ഒന്ന് ചെയ്യോ, വീഡിയോ എടുത്തിട്ട് അത് ഇട്ട് അതിലൊട്ട് ചിലപ്പോൾ വൈറലാവും, അങ്ങനെ നീ അതൊന്ന് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ എന്താ വെച്ചാൽ എന്റെ ഭർത്താവ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം, അതായത് ഈ ഭർത്താവ് ഉണ്ണിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം ചെടി നടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചെടി നടുവേ ഉള്ളത് നോക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിന്റെ ആരൊക്കെ വന്നിട്ട് അത് നോക്കലെന്ന് ചോദിക്കും. പക്ഷെ നോക്കാൻ ആളില്ല, സ്വാഭാവികം നമ്മൾ തന്നെ നോക്കണം. നട്ട് തരും കേട്ടോ, ഞാൻ നട്ടൊന്നും വളരുന്നില്ല, അവിടെ ആയിട്ട് നട്ട് തരും. ആ നട്ട ചെടിക്ക് കുറച്ച് ചാണകം കലക്കി വയ്ക്കണമെന്ന് കഴിഞ്ഞ ലീവിന് വന്നേരെ എന്നോട് പറയുന്നു. ആ സമയത്ത് നമുക്ക് ഒഴിക്കാൻ പറ്റില്ല, ഇപ്പൊ ഒഴിക്കണം. അങ്ങനെ മഴയുള്ള സമയത്ത് അങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ഒഴിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു, പക്ഷേ ഞാൻ ഇതുവരെ വെച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പൊ ഇന്ന് അങ്ങനെ അത് കലക്കി ഒഴിച്ച് ആ വീഡിയോ എടുത്തിട്ട് നീ ഇട്, അപ്പൊ അതെല്ലാം വൈറലാവും. ടെക്നിക് വന്നിട്ട് ഞാൻ ഇരുന്നിട്ട് കാശ്മീർ ഇരുന്നിട്ട് ഇതാണ് പരിപാടി, ടെക്നിക്സ് നോക്കല്. ഫ്രീ ടൈമിൽ ഞാൻ നോക്കി ഓരോന്ന് പറഞ്ഞു തരും. ഓനാണിങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എല്ലാം ചെയ്യാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറയും ഇത്രയല്ലേ വ്യൂസ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ ഒന്നരടെല്ലാം വീഡിയോ ഇട്ടാൽ ഡെയിലി. ഡെയിലി ഇടണം. അതിന്റെ വീഡിയോ ഇന്നലെ 7000 ആൾ കണ്ടിരും. 7000 ആളെ കണ്ടാൽ ആ 7000 ആള് ഭയങ്കര 7000 എന്നെല്ലാം പറയുമ്പോൾ എത്ര എണ്ണ കഴിയുന്ന ആളാണോ, അല്ല നീ അവൾ അത്ര ആളൊന്നും കാണുന്നില്ല, അപ്പൊ ഇടാൻ ഇടണമെന്ന് പറയും. ഇട്ടേക്കാം, നമ്മളായിട്ട് എന്തിനാ കൊടുക്കുന്നത്, നമുക്കൊരു മടി എന്ന് പറഞ്ഞ സാധനം പോട്ട്. നമ്മുടെ പശു തൊഴുത്ത് ഇതിന്റെ ജസ്റ്റ് ചേച്ചിന്റെ പശു അപ്പോൾ ഉണ്ടാവും. പശുവിനെ പറഞ്ഞില്ല, പശുവിനെ കെട്ടാൻ പോയി തോന്നുന്നു. പശുത്തൊഴുത്തില് കുഴിയല്ല, നമ്മൾ പശുത്തൊഴുത്ത് ഉപയോഗിക്കാത്തതുകൊണ്ട് കുഴിയില്ല, ചാണകം ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുള്ളത്. അങ്ങോട്ടേക്ക് കുറച്ച് അരിന്ന് കോരി എടുക്കണം. പൊളുക്ക പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, ഇതിനെ കൊണ്ട് ശേഷം കോരി വെക്കാം. മുഴുവൻ ഉണ്ടാവുമെന്നോ, കുറച്ച് കോരി ഇടാൻ തോന്നുന്നു. ഇനിയിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം വെച്ചിട്ട് നിർപ്പിക്കണം. നിർപ്പിക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കത്തി പോകും, കാരണം വേനൽക്കാലം വരുന്നത്. വേനൽക്കാലം വരുമ്പോൾ ചാണകം പാടിച്ച് കത്തി പോകും. നിർപ്പിച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കൊള്ളി വേണം. കൊള്ളി വെച്ചിട്ടൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഒരു കുടക്കമ്പി കിട്ടിയിട്ടുണ്ട്. കുടയുടെ കമ്പി ഒരു കപ്പ് ആരോ വിളിക്കുന്ന പോലത്തെ ഒരു കുടക്കമ്പി ഒരു കപ്പും കിട്ടിയിട്ടുണ്ട്. കുടക്കമ്പി വെച്ച് നമുക്ക് ഇളക്കാം. നല്ല സാധനമല്ലേ ഇതാ കുടക്കമ്പി. ഇതിലെല്ലാം ഞാൻ ഒറ്റ തയ്യാണ് നട്ടിട്ട്. ഇതിൽ തന്നെ കുഞ്ഞു കുഞ്ഞു തയ്യായിട്ടുള്ളത് നോക്കുക. ഇത് രസം കാണാൻ കെട്ടറേണ്ടത്. എല്ലാം ഇങ്ങനെ ഓരോ തൈ മാത്രമേ നട്ടിട്ട്, അതിലെല്ലാം 2-3 കുഞ്ഞു കുഞ്ഞു തയ്യായിട്ടുണ്ട്. ഞാൻ എനിക്ക് കാണിക്കാൻ പോകുന്ന ചെടിക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ബാംഗ്ലൂർ ശരണ്യൻ്റെ എൻഗേജ്മെൻറ്റിന് പോയിട്ട് ശ്രീരാമട്ടൻ ശരണ്യ കെട്ടാൻ പോകുന്നതായിട്ട് പറിച്ചു തന്ന ചെടിയായത്. അതെന്ന് വെച്ചാൽ അവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ച ചെടീൻ്റെ അകത്തുനിന്ന്, ഡെക്കറേഷൻ ചെടീൻ്റെ അകത്തുനിന്ന് സ്പോഞ്ചിൽ നിന്ന് നമുക്ക് പറിച്ചു തന്നതാണ് ഈ തൈ. ആ തൈ നട്ട് നോക്ക് വളരുമോ എന്നറിയാലോ എന്ന് പറഞ്ഞിട്ട് നന്ദിയാണ്. കുറേ ആൾ പറഞ്ഞു ഇത് ബാംഗ്ലൂരല്ലേ വളരൂല്ലോ, അത് അങ്ങനെ അവർ വളർത്തുന്ന ചെടിയാണ്, അത് നമ്മുടെ നാട്ടിലൊന്നും വളരൂല, മണ്ണിൽ നട്ടാൽ വളരൂല എന്നെല്ലാം പറഞ്ഞാൽ. പക്ഷേ ആ ചെടിക്കുന്ന് കിളിർത്ത് വരുന്നുണ്ട് നന്നായിട്ട്. അങ്ങനെ ആ പണി തീർന്നു. ഇനിയിപ്പോൾ ഇനിയിപ്പം കുറച്ച് ക്ലാസ് ഡോസ് ചെയ്യുമ്പോൾ ക്ലാസ് കാണണം, അതിൻ്റെ ബാക്കി പരിപാടി നോക്കണം. ഇനിയിപ്പോൾ അങ്ങനത്തെ വലിയ ചാണകം നാറും കുളിക്കണം. ക്ഷീണായി അപ്പോഴത്തേക്കും ഒരു പണിയെടുക്കുമ്പോഴത്തേക്കും ക്ഷീണായി. അപ്പം അങ്ങനെ പണിയെടുത്താൽ ക്ഷീണമാണെന്ന് എനിക്കറിയാം, അതായത് കമന്റിലൂടെ ഓർമ്മിപ്പിക്കണമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ തുടർന്ന് വീഡിയോ ഇടും. നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും, എന്നാലും അതൊന്നും കുഴപ്പമില്ല. അതിലൊരു വീഡിയോ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.